നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. സർവീസിലിരിക്കെ മരണപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ ആശ്രിതർക്ക് ധനസഹായം വിതരണം ചെയ്തു. എച്ച് സലാം MLA ധനസഹായ വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പോലീസ് മേധാവി MP മോഹനചന്ദ്രൻ ചടങ്ങിൽ മുഖ്യ പ്രഭാഷണം നടത്തി. പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക, സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഉപവാസ സമരം സംഘടിപ്പിച്ചു. സ്റ്റേറ്റ് NPS എംപ്ലോയീസ് കളക്ടീവ് കേരള ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ആലപ്പുഴ കളക്ടറേറ്റിന് മുന്നിൽ ഉപവാസ സമരം സംഘടിപ്പിച്ചത്. ജനുവരി 1 മുതൽ 7 വരെ വലിച്ചെറിയൽ വിരുദ്ധ വാരമായി ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി ആലപ്പുഴ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ വിളംബര ഘോഷയാത്ര നടത്തി. നഗരസഭാധ്യക്ഷ KK ജയമ്മ വിളംബര ഘോഷയാത്രയുടെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. ആലപ്പുഴ 0 ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച വിളംബര ഘോഷയാത്ര നഗരചത്വരത്തിൽ സമാപിച്ചു. ഇരട്ടക്കുളങ്ങര റെസിഡൻസ് അസോസിയേഷന്റെ 12ാമത് വാർഷിക പൊതുയോഗവും ക്രിസ്തുമസ് പുതുവത്സരാഘോഷവും നടത്തി. അമ്പലപ്പുഴ പോലീസ് സബ് ഇൻസ്പെക്ടർ അനീഷ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് ഫെഡറേഷൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റായി AR അബ്ദുൽ ജലീലിനെ തെരഞ്ഞെടുത്തു. ആലപ്പുഴ ബദോസ് ഹാളിൽ നടന്ന ഫെഡറേഷന്റെ 29ാമത് ജില്ലാ സമ്മേളനമാണ് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തത്. PMAY ഗുണഭോക്താക്കളുടെ വാർഡ് തല സംഗമം സംഘടിപ്പിക്കാൻ ബുധനാഴ്ച ചേർന്ന അടിയന്തര കൗൺസിൽ യോഗത്തിൽ തീരുമാനം. 8 DPRകളിലായി അംഗീകാരം ലഭിച്ച 3764 ഭവനങ്ങളിൽ 2850 ഭവനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിച്ചതായും നഗരസഭാ അധ്യക്ഷ കൗൺസിൽ യോഗത്തെ അറിയിച്ചു. വാർത്തകൾ വിശദമായി. പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക, സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഉപവാസ സമരം സംഘടിപ്പിച്ചു. സ്റ്റേറ്റ് NPS എംപ്ലോയീസ് കളക്ടീവ് കേരള ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ആലപ്പുഴ കളക്ടറേറ്റിന് മുന്നിൽ ഉപവാസ സമരം സംഘടിപ്പിച്ചത്. പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക, സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഉപവാസ സമരം സംഘടിപ്പിച്ചു. സ്റ്റേറ്റ് NPS എംപ്ലോയീസ് കളക്ടീവ് കേരള ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ഉപവാസ സമരം സംഘടിപ്പിച്ചത്. സംഘടനയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തുടനീളം ജില്ലാ കേന്ദ്രങ്ങളിൽ സംഘടിപ്പിക്കുന്ന പ്രതിഷേധ സമരത്തിന്റെ ഭാഗമായിട്ടാണ് ആലപ്പുഴ കളക്ടറേറ്റിന് മുന്നിലും ഉപവാസ സമരം നടത്തിയത്. സ്റ്റേറ്റ് NPS എംപ്ലോയീസ് കളക്ടീവ് കേരള ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് സുനിൽ പത്മനാഭൻ ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തു. വിരമിക്കുന്ന ജീവനക്കാർക്ക് പെൻഷൻ എന്ന് പറയുന്ന ഒരു സാധനമില്ല. അതിന് പകരമുള്ളത് ആന്യൂറ്റി എന്ന് ഓമനപ്പേരിട്ട് വിളിക്കുന്ന ചെറിയ ഒരു തുക, അതായത് അതും 2000 രൂപയിൽ താഴെ 10, 35,000, 40,000 രൂപ ശമ്പളം മേടിക്കുന്ന ഒരു ജീവനക്കാരൻ അവൻ റിട്ടയറായി പുറത്തു പോകുന്നതിന് അടുത്ത മാസം മുതൽ അവന് 2000 രൂപ അല്ലെങ്കിൽ 1500 രൂപ താഴെയാണ് കിട്ടുന്നതെങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കും? അവന്റെ കുടുംബം നടുത്തെരുവിൽ നിൽക്കേണ്ട അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ഇതിനെതിരെ റിപ്പോർട്ട്, അതായത് പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കാൻ ഒരു നിയമ തടസ്സവും ഇല്ല എന്ന് ഒരു റിപ്പോർട്ട് വന്നിട്ട് ആ റിപ്പോർട്ട് വരെ വളരെയധികം നാളെ മുക്കി വെച്ചിരുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ മുന്നിലുള്ളത്. അതിനെതിരെ പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. പങ്കാളിത്ത പെൻഷൻ എന്തായാലും പിൻവലിക്കണം. സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ എന്ന് പറയുന്ന സാധനം എന്ന് പറയുന്ന പേര് മാത്രം. സംഘടനയുടെ ജില്ലാ സെക്രട്ടറി ലോയൽ കാർത്തികേയൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. മുഹമ്മദ് ഹുസൈൻ, സോണിയ ബിജിത്ത്, ലിനോജ് രാമചന്ദ്രൻ, NP ജോസഫ്, ജോഗേഷ് വർഗീസ് എന്നിവർ സംസാരിച്ചു. ജനുവരി 1 മുതൽ 7 വരെ വലിച്ചെറിയൽ വിരുദ്ധ വാരമായി ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി ആലപ്പുഴ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ വിളംബര ഘോഷയാത്ര നടത്തി. നഗരസഭാ അധ്യക്ഷ KK ജയമ്മ വിളംബര ഘോഷയാത്രയുടെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. ആലപ്പുഴ 0 ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച ജാഥ ആലപ്പുഴ നഗരചത്വരത്തിലാണ് സമാപിച്ചത്. ആവശ്യമായ നടപടികൾ സ്വീകരിക്കുക, വീടുകളിൽ നൽകിയിട്ടുള്ള ബയോബിന്നുകൾ, ബയോഗ്യാസുകൾ എന്നിവ പൂർണ്ണമായും. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ജനുവരി 1 മുതൽ 7 വരെ വലിച്ചെറിയൽ വിരുദ്ധ വാരമായി ആചരിക്കുന്നതിന്റെ പ്രചാരണാർത്ഥം ആലപ്പുഴ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ വിളംബര ഘോഷയാത്ര നടത്തി. ആലപ്പുഴ നഗരസഭാ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ആരോഗ്യ വിഭാഗം ജീവനക്കാർ, വ്യാപാരി സംഘടനാ ഭാരവാഹികൾ, ശുചീകരണ തൊഴിലാളികൾ, ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്നിവർ പ്രചാരണ വിളംബര ജാഥയിൽ അണിചേർന്നു. മുല്ലക്കൽ 0 ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച വിളംബര ഘോഷയാത്ര നഗരചത്വരത്തിൽ സമാപിച്ചു. നേരത്തെ നഗരസഭാ അധ്യക്ഷ KK ജയമ്മ ജാഥയുടെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ AS കവിത, MR പ്രേം, MG സതീദേവി, കക്ഷി നേതാക്കളായ P രതീഷ്, സലീം മുല്ലാത്ത്, നസീർ പുന്നക്കൽ, കൗൺസിലർമാർ, ഹെൽത്ത് ഓഫീസർ KP വർഗീസ്, നോഡൽ ഓഫീസർ C ജയകുമാർ, ആരോഗ്യ വിഭാഗം ജീവനക്കാർ, വ്യാപാരി സംഘടനാ ഭാരവാഹികൾ എന്നിവർ ജാഥയ്ക്ക് നേതൃത്വം നൽകി. മാലിന്യങ്ങൾ പൊതുയിടങ്ങളിലും തെരുവോരങ്ങളിലും വലിച്ചെറിയാതെ ടിൻ ബിന്നുകളിൽ തരംതിരിച്ച് നിക്ഷേപിക്കുക, എല്ലാ വ്യാപാര സ്ഥാപനങ്ങളിലും ടിൻ ബിന്നുകൾ സ്ഥാപിക്കുക,
വീടുകളിലും സ്ഥാപനങ്ങളിലും സ്ഥാപിച്ചിട്ടുള്ള ഉറവിട മാലിന്യ സംസ്കരണ ഉപാധികൾ പൂർണ്ണമായും പ്രവർത്തന സജ്ജമാക്കുക, ടിൻബിന്നുകൾ ദുരുപയോഗം ചെയ്യുന്നത് തടയുന്നതിന് നിരീക്ഷണ ക്യാമറകൾ സജ്ജമാക്കുക എന്നിവയാണ് വലിച്ചെറിയൽ വിരുദ്ധ ക്യാമ്പയിൻ ലക്ഷ്യമിടുന്നതെന്നും അധികൃതർ പറഞ്ഞു. ഇരട്ടക്കുളങ്ങര റെസിഡൻസ് അസോസിയേഷന്റെ 12ാമത് വാർഷിക പൊതുയോഗവും ക്രിസ്തുമസ് പുതുവത്സരാഘോഷവും സംഘടിപ്പിച്ചു. അമ്പലപ്പുഴ പോലീസ് സബ് ഇൻസ്പെക്ടർ അനീഷ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇരട്ടക്കുളങ്ങര റെസിഡൻസ് അസോസിയേഷന്റെ 12ാമത് വാർഷിക പൊതുയോഗവും ക്രിസ്തുമസ് പുതുവത്സരാഘോഷവും നടത്തി. വിജയലക്ഷ്മി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന ആഘോഷ പരിപാടി അമ്പലപ്പുഴ സബ് ഇൻസ്പെക്ടർ അനീഷ് ഉദ്ഘാടനം ചെയ്തു. അതിലൂടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന ക്രൈമുകൾ വളരെയധികം നമുക്ക് കുറക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഇതുപോലുള്ള അസോസിയേഷനോട് എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത്, നിങ്ങൾ CCTV ക്യാമറകൾ വെക്കണം. അതുപോലെ നിങ്ങൾക്ക് അതിനുള്ള ഫണ്ട് കൂടി കണ്ടെത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രധാനപ്പെട്ട ജംഗ്ഷനുകളിലും അതേപോലെ തന്നെ ക്രൈം ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ CCTV അണ്ടറിലാണെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ ക്രൈം കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും. ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞ 12ാമത്തെ വാർഷികമാണ്. ഇത്രയും വർഷം ഒരു സംഘടന യാതൊരു പ്രശ്നമില്ലാതെ കൊണ്ടുപോകുന്നത് വളരെയധികം ശ്രമകരം തന്നെയാണ്. റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് C. ഹരിദാസ് ചടങ്ങിൽ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം P. അഞ്ജു മുഖ്യാതിഥിയായിരുന്നു. സെക്രട്ടറി R. വേണുക്കുട്ടൻ, ജോയിന്റ് സെക്രട്ടറി വേണുഗോപാൽ, ശരത് ബാബു, രാജശ്രീ, ട്രഷറർ KD രവികുമാർ എന്നിവർ സംസാരിച്ചു. സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ പാർവതി ഗോപകുമാർ, ആതുര ശുശ്രൂഷ രംഗത്ത് അമ്പലപ്പുഴയിൽ അരനൂറ്റാണ്ടായി സേവനമനുഷ്ഠിക്കുന്ന ഡോക്ടർ VT നായിക്, ഡോക്ടർ ഗോദകുമാർ, ഡോക്ടർ T. ജയശ്രീ, CK ഷെരീഫ്, ബിജുമോൻ, ഗംഗാധരൻ, ശരത് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ സ്കോളർഷിപ്പും ഉപഹാരവും സമ്മാനിച്ചു. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് ഫെഡറേഷന്റെ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റായി AR അബ്ദുൽ ജലീലിനെ തെരഞ്ഞെടുത്തു. ആലപ്പുഴ ബ്രദേഴ്സ് ഹാളിൽ നടന്ന ഫെഡറേഷന്റെ 29ാമത് ജില്ലാ സമ്മേളനമാണ് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തത്. അഖിൽ രാജാണ് പുതിയ ജില്ലാ സെക്രട്ടറി. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് ഫെഡറേഷൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റായി AR അബ്ദുൽ ജലീലിനെ തെരഞ്ഞെടുത്തു. ആലപ്പുഴ ബ്രദേഴ്സ് ഹാളിൽ നടന്ന ഫെഡറേഷന്റെ 29ാമത് ജില്ലാ സമ്മേളനമാണ് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തത്. അഖിൽ രാജാണ് പുതിയ ജില്ലാ സെക്രട്ടറി. ലതീഷ് കുമാറാണ് ഫെഡറേഷന്റെ പുതിയ ജില്ലാ ട്രഷറർ. ഫെഡറേഷൻ വനിതാ കമ്മിറ്റി പ്രസിഡന്റായി J. മഹേശ്വരിയെയും വനിതാ കമ്മിറ്റി ജില്ലാ സെക്രട്ടറിയായി B. സുചിത്ര ഷേണായെയും ബുധനാഴ്ച ചേർന്ന ജില്ലാ സമ്മേളനത്തിൽ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. PMAY ഗുണഭോക്താക്കളുടെ വാർഡുതല സംഗമം സംഘടിപ്പിക്കാൻ ബുധനാഴ്ച ചേർന്ന അടിയന്തര കൗൺസിൽ യോഗത്തിൽ തീരുമാനം. 8 DPRകളിലായി അംഗീകാരം ലഭിച്ച 3764 ഭവനങ്ങളിൽ 2850 ഭവനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിച്ചതായും നഗരസഭാ അധ്യക്ഷ കൗൺസിൽ യോഗത്തെ അറിയിച്ചു. PMAY ഗുണഭോക്താക്കളുടെ വാർഡുതല സംഗമം സംഘടിപ്പിക്കാൻ ബുധനാഴ്ച ചേർന്ന അടിയന്തര കൗൺസിൽ യോഗത്തിൽ തീരുമാനമായി. ആലപ്പുഴ നഗരസഭ PMAY ലൈഫ് ഭവന പദ്ധതി പ്രകാരം 8 DPRകളിലായി അംഗീകാരം ലഭിച്ച 3764 ഭവനങ്ങളിൽ 2850 ഭവനങ്ങൾ പൂർണ്ണമായും നിർമ്മാണം പൂർത്തീകരിച്ചതായും 2025 ഡിസംബറിൽ PMAY അർബൻ ലൈഫ് ഭവന പദ്ധതി കാലാവധി അവസാനിക്കുന്നതിനാൽ 2016 മുതൽ 2024 വരെ കരാർ വെച്ച ശേഷം അടിത്തറ നിർമ്മാണം ആരംഭിക്കാത്ത 319 ഗുണഭോക്താക്കളെയും അടിത്തറ പൂർത്തീകരിച്ച് നിർമ്മാണം ആരംഭിക്കാത്ത 282 ഗുണഭോക്താക്കളെയും ഭവന നിർമ്മാണം മേൽക്കൂര വരെ പൂർത്തീകരിച്ച് അവസാന ഗഡു ആനുകൂല്യം കൈപ്പറ്റാത്ത 304 ഗുണഭോക്താക്കളുടെയും ഭവന നിർമ്മാണം ത്വരിതപ്പെടുത്തുന്നതിനായി വാർഡ് തലത്തിൽ ഗുണഭോക്താക്കളെ വിളിച്ച് നിർമ്മാണ പുരോഗതി വിലയിരുത്തി തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനും കൗൺസിൽ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. ആലപ്പുഴ MLA PP ചിത്തരഞ്ജന്റെ ആസ്തി വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി പവർ ഹൗസ് വാർഡിൽ ചെറുകളം ക്ഷേത്രത്തിന് സമീപവും തത്തമ്പള്ളി വാർഡിൽ HMC പള്ളിക്ക് സമീപവും കർളകം വാർഡിൽ തോട്ടാത്തോട് പാലത്തിന് സമീപവും മിനി ഹൈമാസ് ലൈറ്റ് സ്ഥാപിക്കുന്നതിനും ഈ പ്രവൃത്തിയുടെ കറണ്ട് ചാർജ്, തുടർ പരിപാലനം എന്നിവ നഗരസഭ ഏറ്റെടുക്കുന്നതിനും തീരുമാനിച്ചു. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി ജനുവരി 1 മുതൽ 7 വരെ വലിച്ചെറിയൽ വിരുദ്ധ വാരം നഗരസഭാ തലത്തിൽ ആചരിക്കുന്നതിനും തീരുമാനമെടുത്തിട്ടുണ്ട്. മാലിന്യങ്ങൾ പൊതുയിടങ്ങളിലും തെരുവോരങ്ങളിലും വലിച്ചെറിയാതെ ടിൻബിന്നുകളിൽ തരംതിരിച്ച് നിക്ഷേപിക്കുക, എല്ലാ വ്യാപാര സ്ഥാപനങ്ങളിലും സർക്കാർ സ്ഥാപനങ്ങളിലും ടിൻബിന്നുകൾ സ്ഥാപിക്കുക, വീടുകളിലും സ്ഥാപനങ്ങളിലും സ്ഥാപിച്ചിട്ടുള്ള ഉറവിട മാലിന്യ സംസ്കരണ ഉപാധികൾ കൃത്യമായി ഇനാക്കുലം വിതരണം നടത്തി പൂർണ്ണമായും പ്രവർത്തന സജ്ജമാക്കുക, ഇവയുടെ വിവരശേഖരണവും വിലയിരുത്തലിനും അവസ്ഥാ പഠനത്തുമായി ജനപ്രതിനിധികൾ, കുടുംബശ്രീ അംഗങ്ങൾ, റിസോഴ്സ് പേഴ്സൺമാർ എന്നിവർ വാർഡ് തലത്തിൽ സന്ദർശനം നടത്തുന്നതിനും യോഗം തീരുമാനിച്ചിട്ടുണ്ട്.
മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ്, പ്രശസ്ത സാഹിത്യകാരൻ MT വാസുദേവൻ നായർ എന്നിവരുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി ആരംഭിച്ച കൗൺസിലിൽ നഗരസഭാധ്യക്ഷ KK ജയമ്മ അധ്യക്ഷത വഹിച്ചു. ഉപാധ്യക്ഷൻ PSM ഹുസൈൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ MR പ്രേം, AS കവിത, MG സതീദേവി, നസീർ പുന്നക്കൽ, LDF പാർലമെന്ററി പാർട്ടി സെക്രട്ടറി സൗമ്യരാജ്, കക്ഷി നേതാക്കളായ DP മധു, ഹരികൃഷ്ണൻ, P രതീഷ്, കൗൺസിലർമാർ, ഡെപ്യൂട്ടി സെക്രട്ടറി സുരേഷ്, എഞ്ചിനീയർ ഷിബു നാൽപ്പാട് തുടങ്ങിയവർ സംസാരിച്ചു. സർവീസിലിരിക്കെ മരണപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ ആശ്രിതർക്ക് ധനസഹായം വിതരണം ചെയ്തു. HSLAM MLA ധനസഹായ വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പോലീസ് മേധാവി MP മോഹനചന്ദ്രൻ ചടങ്ങിൽ മുഖ്യ പ്രഭാഷണം നടത്തി. സർവീസിലിരിക്കെ മരണപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ ആശ്രിതർക്ക് ധനസഹായം വിതരണം ചെയ്തു. കേരള പോലീസ് ഹൗസിംഗ് സഹകരണ സംഘത്തിൽ അംഗങ്ങളും ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സിലെ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്ന പ്രേംകുമാർ, സുധീഷ്, കായംകുളം സ്റ്റേഷനിലെ സുനീഷ് എന്നിവരുടെ കുടുംബങ്ങൾക്കാണ് സഹായധനം നൽകിയത്. HSLAM MLA ധനസഹായം വിതരണം ചെയ്തു. നിശ്ചയിക്കപ്പെട്ടതനുസരിച്ച് മോശമല്ലാത്തൊരു തുക അത്തരം കുടുംബങ്ങളെ സഹായിക്കാൻ നൽകാൻ കഴിയുന്നു എന്നൊരു പ്രധാന സ്കീമാണ്. നഷ്ടപ്പെട്ടു പോയ ആ ജീവനുകൾക്ക് പകരമാവില്ല ഒരു സംഖ്യയും നമുക്ക് എല്ലാവർക്കും അറിയാൻ കഴിയും. ആ കുടുംബത്തിന്റെ ശിഷ്ട ജീവിതത്തിൽ അവരോടൊപ്പം നിങ്ങളുണ്ട് എന്ന ഒരു ബോധ്യം അത് നിശ്ചയമായി സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു സ്കീം തന്നെയാണ് ഇതിൽ ആവിഷ്കരിച്ച് നടപ്പാക്കിയിരിക്കുന്നത്. വ്യക്തമായതുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞു പോകുന്നില്ല. പോലീസ് സേനാ അംഗങ്ങളുടെ ഒരു ജോലി എത്രമാത്രം സമൂഹത്തിന് പ്രയോജനപ്രദമാണെന്നും ആ ചെയ്യുന്ന ജോലിയെല്ലാം എത്ര ബുദ്ധിമുട്ടിയുള്ളതാണ് എന്നെല്ലാം നമുക്ക് തമ്മിൽ അറിയുന്ന കാര്യം. അത് ജില്ലാ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ സംഘടിപ്പിച്ച സഹായധന വിതരണത്തിൽ കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് KP ധനേഷ് അധ്യക്ഷനായി. ജില്ലാ പോലീസ് മേധാവി MP മോഹനചന്ദ്രൻ മുഖ്യ പ്രഭാഷണം നടത്തി. അഡീഷണൽ SP S അമ്മണിക്കുട്ടൻ, കേരള പോലീസ് അസോസിയേഷൻ സെക്രട്ടറി S സന്തോഷ്, പോലീസ് സൊസൈറ്റി പ്രസിഡന്റ് V വിവേക്, കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന നിർവാഹക സമിതി അംഗം CR ബിജു, പോലീസ് അസോസിയേഷൻ പ്രസിഡന്റ് N ഹാഷിർ എന്നിവർ സംസാരിച്ചു. ഹൗസിംഗ് സഹകരണ സംഘം ഡയറക്ടർ ബോർഡ് മെമ്പർ AS ഫിലിപ്പ് ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സർവീസിലിരിക്കെ മരണപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ ആശ്രിതർക്ക് ധനസഹായം വിതരണം ചെയ്തു. HSLAM MLA ധനസഹായ വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പോലീസ് മേധാവി MP മോഹനചന്ദ്രൻ ചടങ്ങിൽ മുഖ്യ പ്രഭാഷണം നടത്തി. പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക, സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഉപവാസ സമരം സംഘടിപ്പിച്ചു. സ്റ്റേറ്റ് NPS എംപ്ലോയീസ് കളക്ടീവ് കേരള ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ആലപ്പുഴ കളക്ടറേറ്റിന് മുന്നിൽ ഉപവാസ സമരം സംഘടിപ്പിച്ചത്. ജനുവരി 1 മുതൽ 7 വരെ വലിച്ചെറിയൽ വിരുദ്ധ വാരമായി ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി ആലപ്പുഴ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ വിളംബര ഘോഷയാത്ര നടത്തി. നഗരസഭാധ്യക്ഷ KK ജയമ്മ വിളംബര ഘോഷയാത്രയുടെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. ആലപ്പുഴ 0 ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച വിളംബര ഘോഷയാത്ര നഗരചത്വരത്തിൽ സമാപിച്ചു. ഇരട്ടക്കുളങ്ങര റെസിഡൻസ് അസോസിയേഷന്റെ 12ാമത് വാർഷിക പൊതുയോഗവും ക്രിസ്തുമസ് പുതുവത്സരാഘോഷവും നടത്തി. അമ്പലപ്പുഴ പോലീസ് സബ് ഇൻസ്പെക്ടർ അനീഷ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് ഫെഡറേഷൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റായി AR അബ്ദുൽ ജലീലിനെ തെരഞ്ഞെടുത്തു. ആലപ്പുഴ ബദോസ് ഹാളിൽ നടന്ന ഫെഡറേഷന്റെ 29ാമത് ജില്ലാ സമ്മേളനമാണ് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തത്. PMAY ഗുണഭോക്താക്കളുടെ വാർഡ് തല സംഗമം സംഘടിപ്പിക്കാൻ ബുധനാഴ്ച ചേർന്ന അടിയന്തര കൗൺസിൽ യോഗത്തിൽ തീരുമാനം. 8 DPRകളിലായി അംഗീകാരം ലഭിച്ച 3764 ഭവനങ്ങളിൽ 2850 ഭവനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിച്ചതായും നഗരസഭാ അധ്യക്ഷ കൗൺസിൽ യോഗത്തെ അറിയിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.